കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ചെമ്പൂർ വെള്ളറട റോഡിൽ ഒറ്റശേഖരമംഗലത്താണ് ഒറ്റശേഖരമംഗലം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വാർഷിക ഉത്സവം ധനുമാസത്തിലെ ചതയം നക്ഷത്രത്തിൽ ആരംഭിച്ച് തിരുവാതിര നക്ഷത്രത്തിൽ അവസാനിക്കും. പ്രദേശത്തെ 3 കരകൾ 3 കൊടിമരങ്ങൾ കൊണ്ടുവരികയും അതിൽ കൊടികൾ സ്ഥാപിക്കുകയും ചെയ്യുന്നത് ക്ഷേത്രതന്ത്രിയാണ്. ശ്രീകോവിലുകൾ ശിവനും വിഷ്ണുവിനുമായാണ് സമർപ്പിച്ചിരിക്കുന്നത്. 3 ദേവന്മാരും ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തികളാണ്. മധ്യത്തിൽ ഉഗ്രനായ അഹോരമൂർത്തിയായി ശിവൻ, ഖരമഹർഷിയാണ് ഈ മൂർത്തിയെ പ്രതിഷ്ഠിച്ചത്. ഈ ശിവൻ വളരെ ഉഗ്രനായിരുന്നു. പൂജകൾ നടത്താനോ ശ്രീകോവിലിൽ പ്രവേശിക്കാനോ കഴിയില്ല. അഹോരശിവന്റെ ക്രൂരത കുറയ്ക്കാൻ തെക്കേടം ക്ഷേത്രം എന്നറിയപ്പെടുന്ന മറ്റൊരു ശിവക്ഷേത്രം നിർമ്മിച്ചു. അഹോരശിവന്റെ കുറച്ചു ശക്തി പുതിയ ശിവക്ഷേത്രത്തിലേക്ക് മാറ്റി. ക്ഷേത്രത്തിലെ വിഷ്ണുവിനെ മോഹിനി അവതാരമായിട്ടാണ് കണക്കാക്കുന്നത്. AD 1915 ക്ഷേത്രം പുതുക്കി പണിയുന്നതിനിടെയാണ് മഹാവിഷ്ണു ക്ഷേത്രം പണികഴിപ്പിച്ചത്. മോഹിനി മൂർത്തിയെ നേരത്തെ ആരാധിച്ചിരുന്നത് തെങ്ങമൺ മഠത്തിലായിരുന്നു. വിഷ്ണുമൂർത്തിയെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കുന്നതിനോട് തന്ത്രി വിയോജിച്ചുവെന്നും പറയപ്പെടുന്നു. അതിനാൽ തന്ത്രിയെ മാറ്റി നെല്ലുവേലിയിൽ തന്ത്രിയായി. അദ്ദേഹം മോഹിനിമൂർത്തിയെ 4 കൈകളുള്ള വിഷ്ണുവായി പ്രതിഷ്ഠിച്ചു. ക്ഷേത്രത്തിലെ 3 ശ്രീകോവിലുകളും വൃത്താകൃതിയിലാണ് കാണപ്പെടുന്നത്. എല്ലാ ദേവതകളും കിഴക്കോട്ടാണ് ദർശനം. ക്ഷേത്രത്തിന് മുന്നിൽ ചിറ്റാർ നദി ഒഴുകുന്നു. ഗണപതി, ശാസ്താവ്, യക്ഷി, നാഗദൈവങ്ങൾ, സപ്തമാതൃക്കൾ എന്നിവയാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ.